അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് സെയിം ഡയറ്റ് ആണോ, അല്ലെങ്കിൽ ഡിഫറൻസ് അതിനകത്തുണ്ടോ? ഇതാണ് ഫാഡ് ആയിട്ട് ഞാൻ പറയുന്നത്. നമ്മള് ഓരോ ഒരാളുടെ ബോഡി നീഡ്സ് ആയിരിക്കില്ല വേറൊരാൾക്ക്. അപ്പൊ നമ്മളുടെ ബോഡി കമ്പോസിഷൻ എന്റെ ബോഡി കമ്പോസിഷൻ അല്ല സാറിനുള്ളത്. എനിക്ക് വേണ്ട പ്രോട്ടീന്റെ റിക്വയർമെന്റ് ആയിരിക്കില്ല സാറിന്റെ പ്രോട്ടീൻ റിക്വയർമെന്റ്. എല്ലാവരുടെ മസിൽ മാസ്, ഫാറ്റ് മാസ്, ഹൈറ്റ്, വെയിറ്റ്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം ഡിഫറെന്റ്. അപ്പോൾ അതനുസരിച്ചായിരിക്കും. അപ്പൊ ഒരു ഡയറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു പേഷ്യന്റ് എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആ പേഷ്യന്റിന്റെ ന്യൂട്രീഷണൽ അസസ്മെന്റ് എടുക്കും. ആളുടെ ഒരു നോർമൽ ഈറ്റിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കും, ആളുടെ ബോഡി കമ്പോസിഷൻ നോക്കും, എത്ര ഫാറ്റ് മാസ് ഉണ്ട്, എത്ര മസിൽ മാസ് ഉണ്ട്, ആളുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ലെവൽ എങ്ങനെയാന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കലോറി റിക്വയർമെന്റ് പ്ലാൻ ചെയ്യുക. പിന്നെ ആളുടെ എക്കണോമിക് സ്റ്റാറ്റസ് അനുസരിച്ചിട്ടായിരിക്കും എന്തൊക്കെ കൈൻഡ് ഓഫ് ഫുഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഒരു അധികം എക്കണോമിക്കലി സൗണ്ട് അല്ലാത്ത ആളുടെ അടുത്ത് നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് അതൊരു സസ്റ്റൈനബിൾ ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ നീഡ്സ് അനുസരിച്ച് നമുക്കൊരു ടൈലേർഡ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് പ്ലാൻ നിങ്ങൾക്ക് തരാൻ ഹെൽപ്പ്. എക്സ്പെൻസീവ് ഫുഡ് എന്ന് മാഡം ഉദ്ദേശം എന്താണ്? അല്ല, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വൈറ്റമിൻ സി, ആൾക്ക് വൈറ്റമിൻ സി കുറവാണ്. അപ്പൊ വൈറ്റമിൻ സിയുടെ ഗുഡ് സോഴ്സസ് നമ്മൾ പറയും കിവി നല്ല സോഴ്സ് ആണ്, അല്ലെങ്കിൽ ഓറഞ്ചസ് എല്ലാം. അപ്പൊ കിവി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു നാട്ടിലെ ഒരു ഇത് വെച്ചിട്ട് അത്യാവശ്യം ഒരു എക്സ്പെൻസീവ് ഫ്രൂട്ടാണ്. അപ്പൊ അത് എല്ലാ ദിവസവും എല്ലാവർക്കും വാങ്ങാൻ അഫോർഡബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സിന്റെ കുറച്ചും കൂടിയും എല്ലാവർക്കും അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന സോഴ്സ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇപ്പൊ മുരിങ്ങയില, ചീരയില, അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പൊ അത് ചൂസ് ചെയ്യാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോ പച്ചക്കറികള് എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്, അതിൽ വിഷം ഉള്ളതാണ്, വിഷമില്ലാത്ത നമ്മുടെ വീട്ടിൽ ഗ്രോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ഓർഗാനിക് ആയിട്ടുള്ള കുറെ ഇതുണ്ട്, അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഈ ഫുഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ ഫുഡ് സബ്സ്റ്റൻസസ് ഇതാണോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കമന്റ് പറയാനുണ്ടോ? പുറത്തുനിന്ന് വരുന്നത് ഓർഗാനിക്, അതൊക്കെ അഫോർഡബിലിറ്റി അനുസരിച്ച് ചൂസ് ചെയ്യും. ഇപ്പൊ ഓർഗാനിക് അറിയാലോ, ഇറ്റ്സ് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്. അപ്പൊ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അതിന് പിന്നാലെ പോവാതെ മാക്സിമം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ബെറ്റർ. നമ്മൾ അതിൽ കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബാക്കി നമ്മളിപ്പോ നമുക്ക് അതേ പറ്റത്തുള്ളൂ, നമുക്ക് ടൈം ഇല്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അത് സേഫ് ആക്കാവുന്ന മെത്തേഡ്സ് യൂസ് ചെയ്യുക. വെള്ളത്തിലിട്ട് വെക്കുക, മഞ്ഞപ്പൊടി ഇട്ട് വെക്കുക, ഉപ്പിട്ട് വെക്കുക, അങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ ചൂസ് ചെയ്യുക. അല്ലാതെ വിഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. സാധാരണ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം എന്താണ് ഡയറ്റ് എന്നുള്ളത്, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു ഡയറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ എവിടെയാണ് ഒരു ഡയറ്റീഷ്യന്റെ റോള്, ഇമ്പോർട്ടൻസ് വരുന്നത്? ഒരാളുടെ ഹെൽത്തി ലൈഫ് നോക്കുന്ന ഒരാളുടെ ലൈഫിൽ ആ ഡയറ്റീഷ്യന്റെ റോള് വരുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറേ മിത്സ് ആൻഡ് ഫാക്ട്സ് ഉള്ള ഒരു ഫീൽഡാണ്. എല്ലാവർക്കും ഒരു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കിട്ടി, അങ്ങനത്തെ ഒരു ഫീൽഡാണ്. കുറേ മിസ്കൺസെപ്ഷൻസ് ആൻഡ് മിസ്ഇൻഫർമേഷൻ നിൽക്കുന്ന ഒരു ഫീൽഡാണ്. ആസ് എ ഡയറ്റീഷ്യൻ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് അവരുടെ ബോഡിയുടെ നീഡ്സ് അനുസരിച്ച് എങ്ങനെ ഒരു ഹെൽത്തി പ്ലാൻ സെറ്റ് ആക്കാന്ന് വി ക്യാൻ ഗൈഡ് ദം, അല്ലെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് ദം. അത് ചിലപ്പോ എല്ലാവർക്കും ഇങ്ങനെ ഓരോ വായിച്ചിട്ടൊക്കെ അറിവുണ്ടാവും, പക്ഷെ കുറച്ചും കൂടി ആയിട്ട് വി ക്യാൻ ഹെൽപ്പ് ദം. അപ്പൊ ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി മിസ്ഇൻഫോർമേഷനും മിസ്കൺസെപ്ഷനും ഒക്കെ ഉള്ള ഒരു ഫീൽഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ഡയറ്റ്സ് ഒക്കെ ഇപ്പോഴും ആൾക്കാർ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. കീറ്റോ ഡയറ്റ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ് മാത്രം കുടിച്ചിട്ട്, അല്ലെങ്കിൽ ചിക്കൻ ഡയറ്റ്, എഗ് ഡയറ്റ്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ, അങ്ങനത്തെ ട്രാപ്സിലൊന്നും പോയി പെടാതെ ഒരു ഹെൽത്തി ബാലൻസ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ അങ്ങനെ, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനാണെങ്കിൽ അങ്ങനെ, അതിനൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ജോലി. ഇപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, സപ്ലിമെന്റ്സ്. ഇപ്പോൾ ഡിഫറെന്റ് കമ്പനീസ്, നല്ല നല്ല കമ്പനീസ് തന്നെ മിനറൽസ് അല്ലെങ്കിൽ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. അത് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണവും ദോഷവും, അല്ലെങ്കിൽ അത് എടുക്കേണ്ട ആവശ്യമുണ്ടോ, എന്താണ് പറയാൻ? ഇപ്പൊ സപ്ലിമെന്റ്സിന്റെ കാര്യം സബ്ജക്റ്റീവ് ആണ്. അതായത് നമ്മളുടെ ബോഡിക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല, നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും. അത് പക്ഷെ അണ്ടർ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്റെ ഗൈഡൻസിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. റാൻഡം ആയിട്ട് പോയിട്ട് നെറ്റിൽ കാണുന്ന സപ്ലിമെന്റ് അല്ലെങ്കിൽ ഫ്രണ്ട് യൂസ് ചെയ്ത സപ്ലിമെന്റ്സ് അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ ഗൈഡൻസിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരാള് അവരുടെ ഹൈറ്റിന് അനുസരിച്ച് ആ വെയിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാണ്, വെയിറ്റ് റെഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർ ഏത് തരം ഡയറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോ വെയിറ്റ് ലോസിന് ദ ഓൺലി തിങ് ദാറ്റ് വർക്ക്സ് ഇസ് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബേൺ ചെയ്യുന്ന കലോറിനെക്കാട്ടും കുറവ് കലോറിയിൽ ഫുഡ് കൺസ്യൂം ചെയ്യാം. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് വിച്ച് വർക്ക്സ് ഫോർ വെയിറ്റ് ലോസ്. പിന്നെ നമ്മളൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ആളാണെങ്കിൽ കുറച്ച് ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ
100% നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ വെയിറ്റ് ലോസിനെ ചുറ്റിപ്പറ്റി കുറേ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, കുറെ സപ്ലിമെന്റ്സ്, കുറെ ഡ്രിങ്ക്സ്, കുറെ ഡീടോക്സ് ഡ്രിങ്ക്സ്. അതൊക്കെ ചിലപ്പോ നമ്മൾ ഈ ഒരു കലോറി ഡെഫിസിറ്റ് ആവുമ്പോൾ നമുക്കൊരു ആഡഡ് ബെനിഫിറ്റ്സ് തന്നേക്കാം. പക്ഷെ ജസ്റ്റ് ആ ഒരു ഡ്രിങ്ക്സോ സപ്ലിമെന്റ്സോ റിലൈ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകരുത്. കലോറി ഡെഫിസിറ്റ് ആൻഡ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പോസിബിൾ ആണ്. ഒരു ഡയറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരം ആളുകളാണ് വരുന്നത്? ഇവിടെ ഒരു ഇൻഫെർട്ടിലിറ്റി ബേസ് ചെയ്ത ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ലോസിന് ഒത്തിരി പേര് വരാറുണ്ട്. ബിക്കോസ് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫീമെയിലിന്റെ വെയിറ്റ് എന്നുള്ളത്. പിന്നെ ഡയബറ്റിസ്, ഇത് രണ്ടുമാണ് എനിക്ക് കൂടുതൽ ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ, ഷുഗർ കൺട്രോളിനും വെയിറ്റ് ലോസ്. പിന്നെ റീനൽ കേസസ് ഉണ്ടാവാറുണ്ട്, കാർഡിയാക് കേസസ് ഉണ്ടാവാറുണ്ട്, എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷെ കൂടുതൽ എനിക്ക് പേഷ്യൻസ് ഉള്ളത് വെയിറ്റ് ലോസ് ആൻഡ് ഡയബറ്റിസ് ആണ്.